ഗായ്സ്, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. യെസ്, അപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ നമ്മുടെ അണ്ടർഗ്രൗണ്ടാണ് നിൽക്കുന്നത്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ വെറുതെ വന്നതാണ് ഗൈസ്. ഞാൻ ഇവിടെ വന്നാണ് എത്തിയത്. ഇവിടെയാണ് വേൾഡ് തുറന്നപ്പോൾ എത്തിയത്. ഓക്കെ, മണ്ടയ്ക്കോട്ട് കയറി പോവാം. അപ്പം നമ്മളെന്താ പറയുക, നമ്മൾ ലാസ്റ്റ് എന്താ പറയുക, നമ്മുടെ മൈനിങ് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായി. അയണ് നമുക്ക് ഇതിനകത്താണെന്ന് തോന്നുന്നു. ഈ സ്ഥലം ഇതിനകത്ത് നമ്മുടെ അയൺ ഇതിനകത്തല്ല. ഓക്കെ, ഇതിനകത്ത് ഓക്കെ, നമ്മുടെ അയണ് 2 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ കോപ്പർ കുറേ കിട്ടി. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പം അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായി. അപ്പം ഇന്ന് നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. വേറെ ഒന്നും. നമ്മൾ ഇന്നൊരു വില്ലേജും കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഇതുവരെ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകാം ഗൈസ്. അപ്പം കുറച്ച് പണിയുള്ള പരിപാടിയാണ് ഗൈസ്. എവിടെയാണ് വില്ലേജ് ഒന്നും അറിയാനും പാടില്ല. പക്ഷെ പോവാം ഗൈസ്, വെറുതെ പോയി നോക്കാം. നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം എടുക്കണം. പിന്നെ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. ബെഡ് ഉണ്ടാക്കാൻ എന്നൊക്കെയായിരുന്നു വേണ്ടേ? 3 വൂളും 3 പ്ലാങ്ക്സും. നമ്മുടെ 3 വൂളൊന്നും ഇല്ലല്ലോ. 9 വൂളുണ്ട്. 9 വൂളുണ്ട് ഈ സാധനം. എന്നാൽ പിന്നെ കുഴപ്പമില്ല. ഈ കാര്യം ചെയ്യാം. നമുക്ക് 9 വൂളുള്ള സ്ഥിതിക്ക് നമ്മൾ പോയിട്ട് കുറച്ച് മരവും കാര്യങ്ങളും വെട്ടിക്കൊണ്ടുവന്ന് പ്ലാങ്ക്സും ആക്കിയിട്ട് നമുക്ക് നമ്മുടെ പണി വാങ്ങാം. മരം വെട്ടാം സുഹൃത്തുക്കളെ. നമുക്ക് പ്ലാങ്ക്സ് വേണം. പ്ലാങ്ക്സ് നമുക്ക് മരം നട്ട് വെക്കാമായിരുന്നു. പക്ഷേ മരം നട്ട് വെച്ച കാര്യമില്ല. പൈസ ഇവിടെ നമുക്ക് കുറേ പരിപാടിയൊക്കെ ചെയ്യാനുള്ളതാണ് ഈ. നമുക്ക് ഇവിടെ പോയിട്ട് നമ്മുടെ മരം വെട്ടിയെടുക്കാം. 3 പ്ലാങ്ക്സ് മതി. തൽക്കാലം നമുക്കൊരു ബെഡ് വേണം. നമുക്ക് വീട്ടിലെ ബെഡ് പൊളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈ പണി കിട്ടും. ഓക്കെ, നമുക്ക് നേരെ പോയി പരിപാടി ഒന്ന് തുടങ്ങാം. അയ്യോ വേണ്ട ഇത് വിടില്ല. ഓക്കെ, ഇതൊരു പന്നി വിടും കഴിഞ്ഞാൽ മടങ്ങി ചാടിയതായിരിക്കും അതിൻ്റെതായിട്ട്. ഓക്കെ, നമ്മുടെ ട്രിഗറാണ് ഇവിടെ ഉണ്ട്. ട്രിഗറിൻ്റെ പുള്ളിയുടെ എന്തുണ്ട്? പുള്ളിയുടെ ഇതൊക്കെ തന്നെ ഉള്ളു. എന്തോ ചെയ്യാനാണ്. പുള്ളി നല്ല സാധനമൊന്നായിട്ട് വരത്തില്ല. പുള്ളിയുടെ ലാമ എവിടെ ഇല്ല. നമ്മൾ ലെഡ് കിട്ടുന്ന പ്രധാന മാർഗം പുള്ളിയുടെ ലാമയായിരുന്നു. പുള്ളിയെ ലാമേനെ സോംബിയൊക്കെ വന്നതാണെന്ന് തോന്നി. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാം. നമുക്ക് ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കണമെങ്കിൽ കൊണ്ടുവെക്കൂ. ഇഷ്ടംപോലെ പ്ലാങ്ക്സ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, നമുക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കി നമുക്ക് ബെഡ് ഇരുമ്പ് നമുക്ക് വൂള് വേണം. വൂള് നമുക്ക് എടുക്കാം. 5 വൂള 5 വൂളിട്ടുണ്ട്. നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ബെഡ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. നമുക്ക് ബാക്കി വന്ന വൂള് നമുക്ക് എടുത്ത് വെക്കാം. ഇതിൻ്റെ അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഗ്രേ വൂള് 2 ഉണ്ട്. ശരി, എന്നൊക്കെ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എടുത്തിട്ടുണ്ട് ഗ്രാവല്, ഡേർട്ട്, ലെഡ് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ലെഡ് 5 എണ്ണമൊന്നും വേണ്ട, ഒരു 3 എണ്ണം നമുക്ക് എടുത്താൽ മതി. ഒരെണ്ണം മതി. ഒരെണ്ണം കൂടി ഇരിക്കട്ടെ. 2 എണ്ണം മതി. വെറുതെ കളയണ്ട എന്തിനാണ്. പിന്നെ എന്താണ് നമുക്ക് എടുക്കേണ്ടത്? പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സാധനം നമുക്ക് ആവശ്യമുള്ള വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും ചാകുന്ന പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പട്ടിയായിട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ പട്ടിയായിട്ട് പോകുന്നില്ല. കാരണം പറയാൻ പറ്റില്ല, അവിടെയൊക്കെ വന്ന് പെട്ടുപോയ തീർന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ വില്ലേജ് നമുക്ക് അറിയാൻ പാടില്ല. ഒരു കാര്യം ചെയ്യുക, നമുക്ക് ബാക്കോട്ട് പോകാം. അവിടെ കുറേ നല്ല മല പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതിലോട്ട് ഓക്കെ, നമുക്കതായത് അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞ മാതിരി നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് ആ വില്ലേജ് കണ്ടുപിടിക്കാം. നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോയായിരുന്നു ഗൈസ്. അതാണ് ഏറ്റവും വലിയ കാര്യം. വില്ലേജ് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ട്. കോഴിയൊക്കെ പോകുന്ന വഴിക്ക് നല്ല പണിയാണ് ഗൈസ്. ഒരു കോഴി ഉണ്ടായിരുന്നല്ലോ. എന്ത് കോഴി എന്ത് ഒരു കോഴിപ്പണ ബ്രോ. ചിക്കൻ പന്നി
ഓക്കെ, അതും കിട്ടിയോ? കുറച്ച് സാധനമൊക്കെ എടുക്കാം. ഓക്കെ, വില്ലേജ് ഇങ്ങോട്ടാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഇവിടെ ഇനി കിട്ടിയിട്ട് നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോവാം. ഓക്കെ, ഇങ്ങോട്ട് പോവാം. ഇവിടെ മലയൊക്കെ കണ്ടായിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്നത്. ഇത് നല്ല സ്ഥലമുണ്ട്. ഇവിടെ നല്ല അടിപൊളി മരമൊക്കെ ഉള്ളത്. ഓക്കല്ലേ? അല്ലല്ലേ, ഇത് ജംഗിളാണ്. എന്തായാലും നല്ല സ്ഥലം തന്നെ, നല്ല രസമുണ്ട്. അടിപൊളി. ഇങ്ങോട്ട് പോകാം ഗൈസ്. മലയൊക്കെ കയറി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വില്ലേജ് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. ഇവിടെ നിന്ന് അയ്യോ ചാവല്ലേ. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വില്ലേജും കാണാൻ പറ്റും. മല അന്നോട് കുന്ന്. ആഹാ, കൊള്ളാതെ. ഇവിടെ നിന്ന് അയ്യോ ഇതൊന്നും കാണാൻ പോകില്ല. ശരി, ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. അയ്യോ വീടല്ലേ, ചാവല്ലേ. പയ്യെ പോയാണ്. ഇത് മറ്റേ സാധനം ഗൈസ്. അയ്യോ ഞാൻ കൊന്നു എനിക്കൊന്നും കിട്ടി. പക്ഷെ അതിനെ വീട്ടിൽ വലിച്ചോണ്ട് പോയായിരുന്നു. അന്ന് വലിച്ചോണ്ട് വിട്ടുന്നാണിക്കാൻ ഗൈസ്. ഓക്കെ, ഇവിടെയൊക്കെ നല്ല എൻ്റെ മോന്. പക്ഷെ ഇത്ര അടുത്ത് വില്ലേജ് ഉണ്ടായിട്ട് നമ്മൾ എൻ്റെ മോന് ഇത്ര അടുത്ത് വില്ലേജ് ഉണ്ടായിട്ട് നമ്മൾ എൻ്റെ പൊന്നി സുഖം. നമുക്ക് ഇതൊക്കെ ഒന്ന് എടുക്കണം. കുറച്ച് വീറ്റൊക്കെ എടുക്കുന്നതല്ല. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ഇതെന്താ സാധനം? നല്ല സാധനം എനിക്കറിയാൻ പാടില്ല. എന്തോ സീഡാണ് കേട്ടോ. ഒഴുകിപ്പോയാൽ തീർന്നു. അയ്യോ പണി വാളും ഒഴുകിപ്പോയാൽ തീർന്നു. പക്ഷെ എൻ്റെ അവൻ ഇപ്പം പോയാലും പക്ഷെ ഇവിടെ അടുത്ത് തന്നെ വില്ലേജും കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ ഇപ്പോഴാണോ അറിയുന്നത്. പയ്യങ്ങ് പോയാൽ മതി. ഇവിടെ സീനാണ്. നമുക്ക് ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബെഡ് എൻ്റെ മോനെ അടിപൊളി. ഈ കളർ ബെഡ്. പക്ഷെ എൻ്റെ മോനെ ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ എടുത്തേക്കാം ഗൈസ്. പക്ഷേ ഇത്ര അടുത്ത വില്ലേജ് ഉണ്ടായിരുന്നു. അടിപൊളി. പക്ഷെ ഇത്ര അടുത്ത് വില്ലേജ് ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞ ഗൈസ്. നമ്മൾ അതിന് മുന്നിൽ ഇങ്ങനെ ഇങ്ങോട്ട് കയറുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കയറാനുള്ള വഴിയൊന്നും കാണാനില്ല. ഇവിടെ ഇതാണ് വഴി. എൻ്റെ മോനെ അതിന് നല്ല രാത്രിയാണ് കേട്ടോ. വില്ലേജിൽ ഒരു കട്ടിയുള്ള ഫാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമുക്ക് അവിടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഇതാണ്. ക്യാരറ്റാണ്. ഓക്കെ, കുറച്ച് വീറ്റ് കിട്ടിയിട്ടുണ്ട്. വില്ലേജ് ഇതിൻ്റെ സാധനം നമുക്ക് സീഡാണ്. ഇത് തന്നെ സീഡ് ഐസ് നമുക്ക് നോക്കാതെ എന്തോ സീഡാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ സീഡാണെന്ന് തോന്നുന്നു. മൊത്തം ക്യാരറ്റാണല്ലോ ഗൈസ്. അടിപൊളി. അത് മൊത്തം ക്യാരറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇത് നല്ല കാര്യമാണത്. ഓക്കെ, ഇവിടെ അടിപൊളി കേട്ടോ. എൻ്റെ മോനെ ഇത്ര അടുത്ത് വില്ലേജുണ്ട്. ആ പൂച്ചയ്ക്ക് കൊടുത്ത സാധനം നമ്മളിലുണ്ട്. നമ്മുടെ അതല്ലേ റോസ് സാൽമൺ നമ്മളിലുണ്ട് ഗൈസ്. ഹമ്പോ വേണ്ട വാ. ഈ പൂച്ച തിന്നുന്നില്ല. അത് കൊടുത്തത് പോയി. അപ്പം നമ്മളുണ്ടായിരുന്ന മീൻ കൊടുത്തു. പക്ഷെ അത് പോയിട്ട് ഓക്കെ. ഇവിടെ ഇത് മറ്റേ ബ്ലാക്ക് സ്മിത്തിൻ്റെ ആണോ? അല്ലല്ലോ, ആണോ ഗൈസ്? എനിക്കറിയാൻ പാടില്ല. ലാഭമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ തോന്നി നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് ജസ്റ്റ് ഒന്നുമില്ലേ? അല്ലേ ജസ്റ്റിരിക്കുന്നു ഇതിനകത്ത്. എൻ്റെ മോനെ ഗൈസ്, ഒന്നും പറയണ്ട. നമുക്ക് 2 ആയം കിട്ടിയിട്ടുണ്ട്. അടിപൊളിയേ മോനെ. പിന്നെ ഒരു ആർമറിൻ്റെ ചെസ്റ്റ് പ്ലേറ്റും പിന്നെ ഒരു ആപ്പും കിട്ടി. അടിപൊളി. ഇനി നമുക്ക് കണ്ണീരൊന്നും വേണ്ട ഗൈസ്. കാരണം നമുക്ക് ഫാം ഉണ്ടാക്കാൻ ബക്കറ്റൊക്കെ ആക്കി അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും എന്താ പറയുക, ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടിപൊളിയേ മോനെ. നമുക്കിനി ഫാം കാര്യങ്ങളൊക്കെ ആക്കാൻ എളുപ്പമായി. എൻ്റെ മോനെ അടിപൊളിയേ. നമ്മൾ പൊളിക്കും ഗൈസ്. മൊത്തം എടുത്തേക്കാൻ നമുക്ക് ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടണം. അത്ര നല്ലത്. നമ്മൾ വലിയ ഫാമൊക്കെ തുടങ്ങും ഏതായാലും. ഇപ്പോൾ വാട്ടർമെലൻ ഉണ്ട് കേട്ടോ ഇവിടെ.
ഒന്നും പെടത്തില്ല, എല്ലാം നമ്മളെടുക്കും. അത്രയ്ക്കും നമുക്ക് അടിപൊളി. ഓക്കെ ഓക്കെ, ഇതെന്നാ? ഇത് മറ്റേ ട്രെയിലർ ഇവിടെ എത്തിയ സീഡൊക്കെ എടുത്തേക്കാം. പുള്ളികൾ ഫാമിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. നല്ല അടിപൊളി ഫാമിംഗ്. അയങ്കോളം ഗൈസ്, അയങ്കോളത്തൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കയറുകയാണ്. ഓക്കെ, ഇതിനകത്തൊന്നും ഇല്ലേ? അടിപൊളി ഗൈസ്, അടിപൊളി. നല്ല വില്ലേജ് കേട്ടോ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു വില്ലേജാണ്. ഓക്കെ, ഇതിന് ബീട്രൂട്ട്, അടിപൊളി ബീട്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് മൂവി ചെയ്യാനുള്ള സമയമുണ്ട്. അടിപൊളി. എൻ്റെ മോനെ കുറേ അധികം സാധനം നോക്കിയിട്ടുണ്ട്. വീട്ടിൽ വയ്ക്ക് എത്ര എണ്ണം നടക്കുന്നതെന്ന്. പക്ഷെ എൻ്റെ മോനെ നമുക്ക് ഈ കുറേ അധികം ബ്രെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ വില്ലേജിൻ്റെ നമുക്ക് ഇഷ്ടം പോലെ വീറ്റും കാര്യങ്ങളും കിട്ടി കേട്ടോ. ഇവിടെയൊക്കെ അവർ വെള്ളം കൊണ്ട് ആറാട്ടാണ് ഈസ്. എന്ത് ചെയ്യാന്ന് റൈസ്, വെള്ളമൊക്കെ എടുത്ത് തീർന്നാൽ ഇവിടെ അടിപൊളി. നമുക്കിപ്പോൾ എത്ര വീറ്റ് കിട്ടി റൈസ് നിങ്ങൾക്ക് കാണിച്ച് അറിയുന്നുണ്ടോ? 17 വീറ്റ്. പിന്നെ ഇത്രയും സ്റ്റാക്ക് മറ്റേ വീറ്റിൻ്റെ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര അടിപൊളിയാണ്. ഇവിടെ ഒരു ബ്രൂയിങ് സ്റ്റാൻഡിൽ കൊണ്ട് ഒരു ചോപ്പ് പൂള്. ഇതൊക്കെ പൊട്ടിച്ചാൽ കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. ഈ ഗ്ലാസ് പൊട്ടിച്ചാൽ കിട്ടുമോ? ഓക്കെ, അപ്പോൾ ഇവിടെ കൂടെയാണ് നമ്മൾ വന്നത് ഗൈസ്. നമുക്ക് ആ വഴി തന്നെ തിരിച്ചു പോകാം. നമുക്ക് പിന്നെ എപ്പോഴും വില്ലേജിലോട്ട് വരേണ്ടപ്പോൾ നമുക്ക് വരാമല്ലോ ഗൈസ്. അതുകൊണ്ട് സീനൊന്നുമില്ല. നമുക്ക് നേരെ ഇവിടുന്ന് പോയേക്കാം ഗൈസ്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ വന്നത്. എൻ്റെ മോനെ ഇതിൽ അടിപൊളിയാട്ടോ ഗൈസ്. നമുക്ക് വില്ലേജും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് കുറവുണ്ടല്ലോ. പക്ഷെ എൻ്റെ മോനെ നമുക്ക് ഏതായാലും നമ്മൾ വില്ലേജും കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഒരു വലിയ കാര്യമാണ് കേട്ടോ കാര്യം. നമ്മൾ ഈ മലയിലായിരുന്നു കയറി വന്നേ. എൻ്റെ ശരിയാണെങ്കിൽ നമ്മൾ ഈ മലയാണ് കയറി വന്നത്. നമുക്ക് ഒന്ന് കയറി അങ്ങോട്ട് പോകാം. ശേഷം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. $2,000 years later. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മഴ കുറേ പണിയിട്ടായിരുന്നു. നമ്മൾ ഈ സ്ഥലം നമ്മൾ മറന്നുപോയി. പിന്നെ നമ്മൾ ടോർച്ചൊക്കെ വെച്ചൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. പക്ഷെ എൻ്റെ മഴ നമ്മൾ വീട്ടിലെത്തി. ഒരു വില്ലേജിൽ പോയിട്ട് വന്നത്. പക്ഷെ എൻ്റെ മഴ നമ്മുടെ ചാളിക്കുട്ടൻ അവിടെ ഉണ്ട്. ചാളി നിനക്ക് കൊണ്ടുവന്ന് തന്നെ ഉണ്ടോ? പക്ഷെ നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങ് കൊടുത്തേക്കാം. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, നമുക്ക് ചിക്കൻ കൊടുക്കാം. തിന്നല്ലോ, ഇതെല്ലാം എടുത്തു. അടിപൊളി. പിന്നെ അല്ലേ നമ്മുടെ ചാളി സന്തോഷമായി. ചാളി ഇനി ഞാൻ പുറത്തെടുക്കുന്നില്ല കേട്ടോ. ചാളി പിന്നെ മറ്റേ ഓട്ടോമാറ്റിക് ഫാം, അയൺ ഫാം, XP ഫാം, എന്താ പറയുക, അങ്ങനെയുള്ള കുറേ ചിക്കൻ ഫാം, ഷീപ്പ് ഫാം, അതൊക്കെ ഉണ്ട് ലേസ്. അത് എനിക്ക് ഞാൻ ഉണ്ടാക്കൂലെന്ന് ലേസ്. എനിക്ക് മടിയാണ് ഈ അത്ര സമയമൊക്കെ ഇരുന്ന് കളിക്ക് എനിക്ക് മടിയാണ് ഈ സാധാരണ. അതുകൊണ്ടാണ് ഈ മടിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഇത് ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഏതായാലും വില്ലേജ് കാര്യം കണ്ടുപിടിച്ചു. അടിപൊളിയായി. ഒരു നല്ല കാര്യം ഗൈസ്. വില്ലേജൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ സെറ്റപ്പായി ഗൈസ്. തൽക്കാലം നമുക്ക് ഒരു ചിക്കൻ അങ്ങ് വെച്ച് പൊള്ളിച്ചങ്ങ് എടുക്കാം. ചിക്കൻ അടിപൊളിയായിട്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഗൈസ്. നമ്മളത് അയൺ ആർമറൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്, പിന്നല്ല. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മളേതായാലും അടുത്തൊരു വീഡിയോയിൽ പിന്നെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്, ബൈ.